അത് റെയ്ഡിനെ ഞാൻ പറഞ്ഞ ഫുഡ് സേഫ്റ്റിക്കാരോട് കർശനമായി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഏത് ഹോട്ടലും സംശയമുള്ള ചെക്ക് ചെയ്യുക. വൃത്തിയില്ലാത്ത തട്ടുകടകൾ ഇനി അത് അടപ്പിച്ചേ മതിയാവും, അല്ലെങ്കിൽ രോഗം പടർന്നു പിടിച്ചാൽ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാം പരിശോധിക്കണം എന്നാണ് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഇത് പരിശോധിക്കാതെ അസുഖങ്ങൾ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഫുഡ് സേഫ്റ്റി വകുപ്പ് മറുപടി പറയേണ്ടി വരും. ഞങ്ങളിപ്പോൾ അതൊരു ലോങ് റണ്ണായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യുന്നുണ്ട്. അത് കാരണം അത് നഗരസഭ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ ഇവരുടെയൊക്കെ ഒരു സംയുക്ത സംരംഭത്തിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ മലിനീകരിക്കപ്പെട്ട നദികളും തോടുകളൊക്കെ ശുദ്ധീകരിക്കാനുള്ളൊരു മാസ്റ്റർ പ്ലാനുണ്ട്. അത് ഞങ്ങൾ നോക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്കറിയാലോ, ഒറ്റ ദിവസം കൊണ്ട് തീരില്ല, കാരണം വർഷങ്ങളായിട്ടുള്ള ഏർപ്പാടാണ്. അത് ശരിയാണ്. പണ്ട് പാർവതി പുത്തനാറിലെ ആൾക്കാർ മുങ്ങിക്കൊളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ആദ്യം തിരുവനന്തപുരത്ത് വരുമ്പോൾ. ഇപ്പോൾ അത് മാറി. പരിസരത്ത് നിൽക്കാൻ വയ്യ. അത് ഞങ്ങൾ ലോങ് റണ്ണിൽ നോക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് പാർവതി പുത്തനാർ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിലെ നദികളും ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാനുള്ള പദ്ധതികൾക്ക് ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ചേർന്ന് രൂപം നൽകുന്നുണ്ട്. അത് ലോങ് റണ്ണാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഉള്ളത് ഈ രോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് ഈ ഇവിടെ നമ്മുടെ ആലപ്പുഴ, ആറന്മുള ഭാഗത്തൊക്കെ 123 പേർക്ക് രോഗം വന്നതായിട്ടാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികളെയാണ് ഈ രോഗം വന്ന് അവിടെ അഡ്മിറ്റായത്. അതിൽ 2 പേര് ഡിസ്ചാർജ് ചെയ്തു. ഈ ഒരു കുട്ടി മരിച്ചു. അത് ഇതുവരെ ആയിട്ട് കഴിഞ്ഞ ദിവസം വരെ കിട്ടിയത്. ഞാൻ പറഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ ഭാഗങ്ങളിൽ, അത് കോഴിക്കോടില്ല, ആറന്മുള അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലകളിലാണ് ഇത് ആദ്യം കാണുന്നത്. അപ്പോഴാണ് ആരോഗ്യ വകുപ്പെന്ന് പറഞ്ഞത് ഏതാണ്ട് അന്നാണ് ഞാൻ പറഞ്ഞ ഒരാഴ്ച മുമ്പ്. ഇപ്പോൾ ഇത് വടക്കോട്ട് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള നടപടികളുമായിട്ടാണ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഈ കോവിഡും നിപ്പ പോലത്തെ രോഗങ്ങൾ വരുമ്പോൾ സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശം, മുൻകരുതൽ നിർദ്ദേശം ഇപ്പോൾ തന്നെ മിനിസ്റ്റർ പറഞ്ഞനുസരിച്ച് ഫേക്ക് ആയിട്ടുള്ള പല ന്യൂസുകളും വരുമ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, ആശുപത്രിയിൽ പ്രവേശിക്കേണ്ട സമയം, ഇത്തരം സംബന്ധിച്ചിട്ടുള്ള ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേകിച്ച് ക്യാമ്പയിനോ? തീർച്ചയായിട്ടും അത് എല്ലായിടത്തും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏത് അസുഖം വന്നാലും ഉടനെ ആശുപത്രിയിൽ കാണിക്കുക, സ്വയം ചികിത്സ ഒഴിവാക്കുക. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഉഗാണ്ടയിൽ നിന്നൊരു പേഷ്യൻ്റ് വന്നു. ഈ എബോള എന്നുള്ള രോഗം ഉണ്ടല്ലോ, അത് വരുന്ന ഉഗാണ്ടയിൽ നിന്നാണ്. ഉഗാണ്ടയും ആസ്ട്രേലിയയും. ഒരു പേഷ്യൻ്റ് വന്നു ഒരു 2 ആഴ്ച മുമ്പ്. ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നതാണ്. മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. അയാൾ മലയാളിയാണ്. പക്ഷെ അയാൾക്ക് ഇവിടെ വന്നപ്പോൾ പനിയും വയറിളക്കവും തുടങ്ങി. ഉടനെ അയാളെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ഇപ്പോൾ ഈ 21 ദിവസം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ പുറത്ത് വിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. എബോളയുടെ ലക്ഷണങ്ങളിപ്പോൾ ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടത് മധ്യപ്രദേശിലും അവരും, പക്ഷേ സംശയമാണ്, സ്ഥിരീകരിച്ചിട്ടില്ല. ഉഗാണ്ടയുള്ള ഒരുപാട് മലയാളികളുണ്ട്. അവരോട് നാട്ടിലേക്ക് വരണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ 4 കേരളത്തിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലും മെഡിക്കൽ കോളേജുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുണ്ട്, അത് തയ്യാറാണ്. ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കേണ്ട ചുമതല വിദ്യാലയങ്ങൾക്കുണ്ട്. അതനുസരിച്ച് വേണ്ട കാര്യങ്ങൾ വിദ്യാലയങ്ങളിൽ ചെയ്യണം. അത് ഞാൻ പറയാം, അതൊക്കെ പ്രാദേശികമായിട്ടുള്ള. ഇപ്പം ഞാൻ പറയാം, എൻ്റെ നിയോജക മണ്ഡലത്തിൽ എല്ലാ സർക്കാർ വിദ്യാലയങ്ങൾക്കും അവരാവശ്യപ്പെട്ട ഫണ്ട്, MLA ഫണ്ട് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇത് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒരു അനോണിമസ് ലെറ്ററിൻ്റെ പേരിൽ ഞാൻ ഇവിടെ നമ്മുടെ PS നടരാജപിള്ള സ്മാരക ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ എൻ്റെ ഫസ്റ്റ് MLA ഫണ്ട് അവിടെയായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ഡൈനിങ് ഹാളിൽ നല്ലൊരു പാചകപ്പുരയില്ല. കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് 10 ലക്ഷം കൊടുത്തു 2011. ഇപ്പോൾ ജനപ്രതികളുടെ കയ്യിലിപ്പോൾ ഒരു MLAക്ക് 6 കോടിയുണ്ട്, MP ക്ക് 5 കോടിയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പൊതുമേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കാം. ഞാനതാ ചെയ്തിട്ടില്ല. അതെല്ലാവരും മാതൃകയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ MLAമാരും.
മാസ്റ്റർ പ്ലാൻ്റെ ഇപ്പോഴും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് തറക്കല്ല് കിട്ടുമെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു മാസ്റ്റർ പ്ലാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, മാസ്റ്റർ പ്ലാൻ ഇതുവരെ തയ്യാറാക്കി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ടീച്ചർ അന്നേന് ശൈല ടീച്ചറുള്ളപ്പോൾ എനിക്കൊരു പ്രപ്പോസൽ തന്നിരുന്നു, പക്ഷെ അത് മുന്നോട്ട് പോയില്ല എന്ന്. പിന്നെ ഇത്തവണ അവർ തറക്കല്ലിട്ടു. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ വികസനം പ്രധാന ഘടകം തന്നെയാണ്. അതിനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും, ഒരു സംശയവുമില്ല. അതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് അങ്ങ് തന്നെ നേരത്തെ പ്രഖ്യാപിക്കുകയും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവസാനം, അതായത് UDF സർക്കാരിൻ്റെ കാലത്ത് അവസാനം 2 മെഡിക്കൽ കോളേജ് അങ്ങ് തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞതിൽ മണ്ഡലത്തിൽ പറഞ്ഞത് ജനറൽ ആശുപത്രി, ഒപ്പം തന്നെ ഹരിപ്പാട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടപടികൾ എങ്ങനെയാണ്? 100 വിദ്യാർത്ഥികൾക്കുള്ള അലോട്ട്മെന്റ് അന്ന് കഴിഞ്ഞ് അതൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ വീണ്ടും തുടങ്ങണമല്ലോ. അങ്ങനെയാണ് അങ്ങയുടെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ അത് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാത്ത, ബഡ്ജറ്റിൽ അതിൻ്റെ പ്രപ്പോസൽ ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. അതുണ്ടാവും, പറഞ്ഞ വാക്കുന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താറുണ്ട്, ഈ മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പിനായിട്ട് വരുന്ന നിരവധി പേര് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ ചെറിയൊരു എമൗണ്ട് അവർക്ക് ഒരു പബ്ലിക്കായിട്ട് എന്തെങ്കിലും ഒരു, ഞാൻ പറഞ്ഞ അതാണ് ഞാൻ പറയുന്നത്. ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ അതല്ലാതെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട്, ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഈ നിലത്ത് കിടക്കുന്ന ഒഴിവാക്കണം എന്നാണ്. അത് ഒഴിവാക്കണമെങ്കിൽ എങ്ങനെ? നിലവിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അല്ല, അവിടെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും കൂടുതൽ സൗകര്യപ്രദമായി വികസിപ്പിക്കുക. മെഡിക്കൽ കോളേജ് അവസാനത്തെ ഒരു അത്താണിയേക്ക് മാറ്റണം. അതാണ് മുമ്പ് 1980 വക്കം പുരുഷോത്തമൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫറൽ ആശുപത്രിയാക്കി. അതിൻ്റെയാണ് ഞാൻ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ അടുത്ത ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ വരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിശദാംശങ്ങൾ പറയാത്തത്. അത് ബഡ്ജറ്റിലുണ്ടാവും. എങ്ങനെ? അങ്ങനെ ഒരു സ്റ്റാൻഡൊന്നും ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു പിരിച്ചുവിടലൊന്നുമില്ല. കരാറ് ഏതിൻ്റെ കരാറ്? അവർക്ക് 3 മാസത്തേക്കും കൂടെ നീട്ടി കൊടുത്തിട്ടുണ്ട്. അല്ല, പുതുക്കാനുള്ള സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് 3 മാസത്തേക്ക് തൽക്കാലം നീട്ടി കൊടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ പരിശോധിച്ചിരിക്കുക. ഈ ഒരു ആരോപണത്തിൻ്റെ, നഴ്സസ് യൂണിയൻ്റെ ആരോപണത്തെ സംബന്ധിച്ച് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഈ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഇടതുപക്ഷം, പ്രത്യേകിച്ച് LDF പറഞ്ഞിരുന്നത് പൊതുജന ആരോഗ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ വിലയിടിച്ച് കാണിക്കുന്ന തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് UDF വലിയ തരത്തിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പമാണ് ഈ 5 ഗ്യാരണ്ടിയിൽ 25 ലക്ഷം രൂപയുടെ ഈ കുടുംബ ഇൻഷുറൻസ് പറയുന്നത്. സ്വാഭാവിക ജനത്തിനൊരു ചിന്ത വരാം, ഇത് ഈ ഇൻഷുറൻസ് ലഭിച്ചാൽ അത് കൂടുതൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കുക പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലേക്ക്. ആ ആരോപണം അത് റെസ്റ്റ് ചെയ്യുന്ന തരത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ മാനദണ്ഡം? ഞാൻ അതാണ് പറഞ്ഞത്, അതിൻ്റെ മാനദണ്ഡം ഞങ്ങൾ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. ജനങ്ങൾക്ക് ഇത് ഇൻഷുറൻസ് കൊടുക്കാതെ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടിയിൽ ജൂൺ 15 മുതൽ KSRTCയിൽ ഫ്രീ എന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. മറ്റുള്ളതിൻ്റെ കുറച്ചുകൂടെ ചർച്ച ചെയ്യേണ്ട ഏത് രീതിയിൽ വേണം. നിങ്ങൾ ഈ പറഞ്ഞ അങ്ങനത്തെ ഒരാശങ്കയ്ക്ക് അവകാശമില്ല. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാരൻ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സമ്പന്നർക്ക് ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രിയിൽ അവർക്ക് ഇതൊക്കെയുണ്ട്. അതിനകത്ത് സാധാരണക്കാരന് ആശ്രയിക്കാവുന്ന സർക്കാർ ആശുപത്രികളാണ്. പിന്നെ ഒരു കാര്യം, എല്ലാ കാലത്തും ആര് ഭരിച്ചാലും ഒരു ലോബി പ്രവർത്തിക്കും സർക്കാർ മേഖലയെ തരം താഴ്ത്താൻ. അത് കഴിഞ്ഞ 10 വർഷമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഏർപ്പാടുണ്ട്. ഇപ്പോഴും അതുണ്ട്. അതിനെ നിരുത്സാഹപ്പെടുത്തുക. എങ്ങനെ? എല്ലാ കാലത്തും ഉണ്ട് ഈ ലോബികൾ പ്രവർത്തിക്കുന്നത്. അതിന് ഒരു സർക്കാരിനെ മാത്രം പറയണ്ട. പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, സർക്കാർ മേഖല സംരക്ഷിക്കണം. ഞങ്ങളുടെ ഒരു പ്രധാന അജണ്ടയായിട്ട് കണക്കാക്കുക. അപ്പോൾ
ഏതാ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജിലൊക്കെ ഒരു പേഷ്യൻറ്റോട് ഏറ്റവും 10 പേരാണ് വരുന്നത്. പലരുടെ അക്കോമഡേഷൻ അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കോമഡേഷൻ സംവിധാനം ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫീസ് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ഞങ്ങൾ ഒരു മാസ്റ്റർ പ്ലാൻ ഇക്കാര്യത്തിൽ ഉണ്ടാക്കും. അത് ഞാൻ വന്നിട്ട് ആകെ 2 ആഴ്ചയായിട്ടുള്ളൂ, ഓർക്കണം. 2 ആഴ്ചയായിട്ടുള്ളൂ വന്നിട്ട്. അല്ല, ഇത് വർഷങ്ങളായിട്ട് പലരുടെ അതാണ് പറഞ്ഞത്. അതിന് ഈ പ്രധാനപ്പെട്ട പ്രയാസങ്ങൾ പരിഹരിക്കുക. അതുപോലെ ഈ മാലിന്യ സംസ്കരണം മറ്റേ പാർവതി പുത്തനാറ് കടൽ അവിടെയൊക്കെ അല്ല, അത് ഞാൻ പറഞ്ഞു, അത് ഞങ്ങളൊരു ഗവൺമെൻറ് പ്രധാന അജണ്ടയാണ്. ഞങ്ങൾ അതിൻ്റെ ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇല്ല, അതല്ല, അത് ഞാൻ പറയാം. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നുമാണ് ഇത് പ്രധാനമായിട്ടുണ്ടാവുക. ഈ വൃത്തികെട്ട പ്രദേശങ്ങളിൽ നിന്നും ഇത് കുടിക്കുമ്പോൾ അത് ബാധിക്കും. അതിനങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ല. ഇന്ന് അരീക്കരയിൽ നിന്ന് സപ്ലൈ ചെയ്ത വെള്ളത്തിൽ കണ്ടു കഴിഞ്ഞാൽ ക്ലോറിനും അത് ഒരു കലങ്കര വെള്ളമായിട്ടാണ് വന്നത്. അല്ല, ക്ലോറിൻ ഉപയോഗിച്ചാലേ അല്ല, ഞാൻ ഈ പറഞ്ഞു ഇതിനെ ഇതാക്കാൻ പറ്റും. ക്ലോറിൻ ശരിയാണ്, ചിലർക്ക് ക്ലോറിൻ്റെ മണം പിടിക്കില്ല, ചിലർക്ക് കുടിക്കുമ്പോൾ പറയാം. പക്ഷേ അതില്ലെങ്കിൽ മറ്റേ വെള്ളം കുടിച്ചാൽ ഉള്ള രോഗം വന്ന് ചാവണോ? കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജിലെ ഗർഭിണിയെ ഹോസ്റ്റലിൽ കയറ്റാത്ത ഒരു വിഷയം ഉണ്ടായി. 2 ദിവസം മുമ്പ് സംഭവിച്ചാണ്. നിലവിൽ ആ ഒത്തുതീർപ്പായിട്ട്, പക്ഷേ അങ്ങനെ സംഭവം നടന്നു ശ്രദ്ധയിലുണ്ടായിരുന്നു. അല്ല, അതിനെക്കുറിച്ച് ആ പ്രശ്നം പരിഹരിച്ചല്ലോ, പരിഹരിച്ചു. ഇത് കയറ്റാതെ നിന്നു അതിന്റെ പുറത്ത് താമസിക്കേണ്ടി വന്നു. അല്ല, അത് ആ പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കും. ശരി, എന്നാ പോരെ. ആ, ഞാൻ അടുത്ത ദിവസം യോഗം വിളിച്ചിട്ടുണ്ട്, ജംഗ്ഷൻ വികസനത്തിൻ്റെ. അടുത്ത ആഴ്ച യോഗം വിളിച്ചിട്ടുണ്ട്. കാരണം MLA എന്നുള്ള ജോലിയും കൂടെ നോക്കണമല്ലോ.